ഗുഡ് മോർണിംഗ്. ഇന്ന് സൺഡേ ആണ്, ഇന്ന് ഓഫാണ്. പക്ഷെ ഒരു സ്പെഷ്യൽ ദിവസമാണ് കേട്ടോ. അതെന്താണ് ആ സ്പെഷ്യാലിറ്റി എന്നൊക്കെയുള്ളത് ഞാൻ പോകുന്ന വഴിക്ക് പറയാം. ഇപ്പം ഞാൻ എണീറ്റതേ ഉള്ളൂ, ഒന്ന് പോയി കുറിച്ച് ഫ്രഷ് ആവട്ടെ. അപ്പോൾ ഞാൻ ഫ്രഷ് ആവാൻ പോവാണ്. ഇന്ന് ഞാൻ പൊന്മുടി പോവാണ് കേട്ടോ. അത് ഒറ്റയ്ക്ക് ബസ്സിൽ കയറി. എക്സൈറ്റഡാണ്, പേടിയുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. അപ്പോൾ ഞാൻ കുളിച്ചു റെഡിയായി. ഈ ഒരു സ്വെറ്റ് ഷർട്ടും ജീൻസും ആണല്ലോ ഞാൻ ഇടുന്നത്. അവിടെ തണുപ്പാണോ ചൂടാണോ ദൈവത്തിനറിയാം. എന്തായാലും ഈ ഒരു സ്വെറ്റ് ഷർട്ടാണ് ഇടുന്നത്. പിന്നെ ഇനി അട്ടിക്കണക്കിന് സൺസ്ക്രീൻ ഇടണം. സൺസ്ക്രീൻ ഇട്ടെ. ഓക്കെ, സൺസ്ക്രീനൊക്കെ ഇട്ടു, സെറ്റായി റെഡി ആയിട്ടുണ്ട്. ഇനി വെള്ളം എടുക്കണം. ബാക്കിയെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ചാർജറും ക്യാമറയും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പവും കടലക്കറിയും നല്ല ചൂട് ചായയും തട്ടി വിടുക. അപ്പോൾ ഞാൻ റെഡിയായി ഇറങ്ങാൻ പോവാണ്. ഫുഡൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ചു. പോയിട്ട് വരാം. ടാറ്റാ. എല്ലാം എടുത്തല്ലോ അല്ലേ. ബസ് സ്റ്റോപ്പ് എത്തി. ഒരു ഗവൺമെൻറ് ട്വിസ്റ്റ് ഉണ്ട്. എൻ്റെ ബസ് പോയി. 8 മണിക്കായിരുന്നു ബസ്. ഞാൻ വിചാരിച്ചു 8:30ക്കാണ് തമ്പാനൂരിൽ നിന്ന് എടുക്കുന്നതെന്നാണ്. പക്ഷേ 8 മണിക്കായിരുന്നു. ഇനി നെക്സ്റ്റ് ബസ് 9:20ക്കാണുള്ളത്. അപ്പോൾ ഒരു 1 hour ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഫൈനലി നമ്മുടെ പൊന്മുടി ബസ് വന്നിട്ടുണ്ട്. ഒരു 2-3 സ്റ്റോപ്പ് എനിക്ക് നിൽക്കേണ്ടി വന്നു കേട്ടോ. അതിനുശേഷം വിൻഡോ സീറ്റ് കിട്ടിയിട്ടുണ്ട്. ജാക്ക് പോട്ട് അടിച്ച് മക്കളെ. അങ്ങനെ വിൻഡോ സീറ്റ് കിട്ടി. ആ ഒരു 1 hour ആ ഒരു ഡിലേ എന്ന് പറയുന്നത് ചെറിയൊരു ടാസ്ക് ആയിരുന്നു. പക്ഷെ സാരമില്ല, ഫസ്റ്റ് ടൈം അല്ലേ, ഇതൊക്കെ സംഭവിക്കും. മെയിൻ റോഡ് വിട്ടിട്ട് ശരിക്കുള്ള ഒരു പൊന്മുടി റൂട്ടിലേക്ക് കയറിയപ്പോൾ നല്ല അടിപൊളി വ്യൂ ഒക്കെ കണ്ടു തുടങ്ങി കേട്ടോ. പൊന്മുടി റൂട്ടിൽ എനിക്ക് തോന്നുന്നു ഒരു 21-22 ഹെയർ പിൻ ബെൻസ് ഉണ്ട്. പക്ഷെ അതൊക്കെ നമ്മുടെ KSRTC ചേട്ടൻ നല്ല പുഷ്പം പോലെ വളച്ചെടുത്തുകൊണ്ട് പോവാണ്. അത് കാണുമ്പോൾ എനിക്കാണ് ടെൻഷൻ. ഇനി നമുക്ക് പൊന്മുടിയിലേക്ക് പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഒരു സൈഡ് നിറയെ കിട്ടില്ല വ്യൂ ആണ്, ഫുൾ മലനിരകളൊക്കെയാണ്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്കുള്ള ആ കാഴ്ചകളൊക്കെ കാണാം. ഇപ്പോൾ ടൈം വന്നിട്ട് ഒരു 12-12:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് അവർ പൊന്മുടിയിലേക്ക് ഡ്രോപ്പ് ചെയ്യുക. ഇവിടെ നിന്നൊരു 1 kilometer ഉള്ളൂ. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ചോറ് കിട്ടും, വാഷ്റൂമുണ്ട്. ഞാനൊരു ചായയും ബ്രെഡ് ഓംലെറ്റും പറഞ്ഞു. അപ്പം ഇവിടെ അവർ 20 minutes വണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അതിനകത്ത് നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് റെഡിയാവാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, തിരിച്ച് ബസ്സിൽ കയറി. ഇപ്പം നേരെ പൊന്മുടിയിലേക്ക് പോവാണ്. യെസ്, ഫൈനലി നമ്മൾ പൊന്മുടി എത്തി. യെസ്, വി ഹാവ് റീച്ച്ഡ് അവർ ഡെസ്റ്റിനേഷൻ. നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ ഒരു ചേച്ചി നിൽപ്പുണ്ട് കേട്ടോ. അപ്പം ചേച്ചി പറയും ടിക്കറ്റ് എടുക്കണം എന്നുള്ളത്. ഒരാൾക്ക് 40 രൂപയാണ്. അതായത് അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് 40 രൂപയാണ്. ഞാൻ ആദ്യമായിട്ടാണ് പൊന്മുടി പോകുന്നത്. അപ്പോൾ എന്താണ് സംഭവം, എവിടേക്കാണ് പോവേണ്ടത്, എന്തൊക്കെ കാണാനുണ്ട് ഒരു ഐഡിയ ഇല്ലാണ്ടാണ് കയറി വന്നത് ഞാൻ. അപ്പോൾ ആ ടിക്കറ്റ് തന്ന ചേച്ചിയോട് ഞാൻ ചോദിച്ചു എങ്ങോട്ടേക്കാണ് പോവേണ്ടതെന്ന്. അപ്പോൾ ചേച്ചി പറഞ്ഞു എങ്ങോട്ട് വേണേലും പോകാം, ഇവിടെ എവിടേക്ക് വേണേലും പോകാം. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു സൈഡിലോട്ട് നടന്നു തുടങ്ങി. ഇവിടെ എന്താ ഉള്ളതെന്നാണ് കാണാമെന്ന് വിചാരിച്ചിട്ട്. കുറച്ചൊന്ന് മുന്നോട്ട് പോയപ്പോൾ നമുക്ക് ഇരിക്കാനൊക്കെ പറ്റുന്നൊരു സ്ഥലം വന്നു കേട്ടോ. അവിടെ നിന്നുള്ള വ്യൂ ആണിത്. എൻ്റെ പൊന്നു മക്കളെ, അടിപൊളി, രക്ഷയില്ലാത്ത വ്യൂ. അവിടെ കുഞ്ഞു കുഞ്ഞു കുന്നുകളുണ്ട്. അപ്പം ഓരോരുത്തർ അങ്ങോട്ടേക്ക് ഇറങ്ങി നടക്കുകയാണ്. അപ്പം നമുക്കൊക്കെ അങ്ങോട്ടേക്ക് നടന്നു പോവാം. ഞാൻ അവിടെ കുറച്ച് നേരം ഇരുന്നപ്പോൾ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. അതുമാത്രമല്ല നട്ടുച്ചയായത് കാരണം വെയിലും ഉണ്ട്. അപ്പം നല്ലോണം ഇന്ന് ടാൻ ആവും. എന്തായാലും ഞാൻ കുറച്ച് സൺസ്ക്രീനും കൂടെയൊക്കെ ഇട്ടിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ് താഴേക്ക്. എന്നെ ഒരാൾ മാത്രമേ സോളോ ട്രിപ്പ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. എന്നെക്കൊണ്ട് സോളോ ട്രിപ്പ് ചെയ്യിച്ചതും അയാളാണ്. വേറെ ആരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് പോലും
ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല കേട്ടോ സോളോ ട്രിപ്പ് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഒരു പീസ്ഫുൾ സംഭവം കേട്ടോ കിട്ടുന്നത്. ജസ്റ്റ് മീ ആൻഡ് ദ കാംനെസ് ഓഫ് നേച്ചർ. നേച്ചറിന് ഭയങ്കര ഒരു ഹീലിംഗ് എഫക്റ്റ് ഉണ്ട്. നമ്മുടെ സ്ട്രെസ് ആയിക്കോട്ടെ, നമ്മുടെ ആങ്സൈറ്റി ആയിക്കോട്ടെ, അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര ഒരു ഹീലിംഗ് എഫക്റ്റ് നേച്ചറിനുണ്ട്. നമ്മൾ സോളോ ട്രിപ്പ് തന്നെ പോകണമെന്നില്ല. നമ്മളിപ്പം ആരുടെങ്കിലും കൂടെയാണെങ്കിലും ബീച്ചിലോ മൗണ്ടെയ്ൻസ് അല്ലെങ്കിൽ ഫോറസ്റ്റ് ഇവിടെയൊക്കെ പോകുമ്പോൾ തന്നെ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് സെൻസ് ഓഫ് കാം കിട്ടും ഇല്ലേ. ഞാൻ കുറച്ച് നേരം മൊബൈലും ക്യാമറയൊക്കെ മാറ്റി വെച്ചിട്ട് അവിടെ ഇരുന്നു. നോ എക്സ്റ്റേണൽ ഡിസ്ട്രാക്ഷൻസ്, നത്തിങ്. ഞാൻ അവിടെ കുറച്ച് നേരം പീസ്ഫുള്ളായിട്ട് അവിടെ ഇരുന്നു. എൻ്റെ ഡെയിലി റെസ്പോൺസിബിലിറ്റീസിൽ നിന്ന് ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. എനിക്ക് വേറെ ആരുടെയും ഷെഡ്യൂൾ ഫോളോ ചെയ്യേണ്ട, ജസ്റ്റ് എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. എനിക്ക് അറിഞ്ഞുകൂടാത്ത കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ ശ്രമിച്ചു. എൻ്റെ സേഫ്റ്റി ഞാൻ നോക്കി. ഞാൻ ഇന്നുവരെ ചെയ്തിട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. അപ്പോൾ ഇതൊരു ഭയങ്കര ഒരു അടിപൊളി ട്രിപ്പായിരുന്നു എനിക്ക്. ടൈം ഇപ്പോൾ 2 മണി കഴിഞ്ഞിട്ടുണ്ട്. 2:30ക്കാണ് ബസ് വരും എന്ന് പറഞ്ഞത്. അപ്പം ഞാനിപ്പം ആ ഒരു ബസ് സ്റ്റാൻഡിലേക്ക് അങ്ങോട്ടേക്ക് നടക്കുന്നുണ്ട്. അവിടെ ചെറിയൊരു ഷെഡ് പോലെ ഉണ്ട്, അപ്പോൾ അവിടെ കയറി ഇരിക്കാൻ പറ്റും. ഞാനൊന്ന് അങ്ങോട്ടേക്ക് നടക്കുകയാണ്. ഓക്കെ, അപ്പം ഞാൻ ബസ് വരുന്ന സ്ഥലത്ത് ഇവിടെ വെയിറ്റ് ചെയ്യാൻ ഒരു ഷെഡ് പോലെ കെട്ടിയിട്ടുണ്ട്. ഇതാണ് ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ്. യെസ്, ഫൈനലി ഇതേ ബസ് വന്നിട്ടുണ്ട്. ഞാൻ ബസ്സിൽ കയറി, എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി. അപ്പം ഇനി ക്യാമറ മാത്രമേ ഉള്ളൂ. അത് ഞാനിപ്പം ബസ്സിൽ വെച്ചിട്ട് അത് എടുക്കണ്ടെന്ന് വിചാരിച്ചു. ഇനി ഞാൻ വീടെത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം കേട്ടോ. ഇവിടെ നിന്നൊരു എന്തായാലും ഒരു 2 hours ഉണ്ടാവും ട്രാവൽ. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ വീടെത്തി. ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയായിരുന്നു കേട്ടോ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയായിരുന്നു. പിന്നെ ഞാൻ ക്യാമറയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച്. പിന്നെന്താ, ഇപ്പോൾ വീടെത്തിയതേ ഉള്ളൂ. ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരട്ടെ കേട്ടോ. ഭയങ്കര കിട്ടുന്ന എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് ബാക്കി സംസാരിക്കാം. ഹലോ ഗൈസ്, അപ്പം ഞാൻ കുളിച്ചു, ഫ്രഷായി. സോളോ ട്രിപ്പ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാലേ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു കേട്ടോ. ഭയങ്കര കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. അൺഫോർഗറ്റബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക്ക് എനിക്കൊരു മിക്സഡ് ഫീലിംഗ് ആണ്. ഇറ്റ്സ് എ ബ്ലെൻഡ് ഓഫ് എക്സൈറ്റ്മെൻറ്റ്, ഫ്രീഡം, ഫിയർ. ഭയങ്കര ഒരു മിക്സഡ് ഫീലിംഗ് തന്നെയാണ് എനിക്ക്. ഒരിക്കലും ഞാൻ മറക്കില്ല ഈ ഒരു എക്സ്പീരിയൻസ് കേട്ടോ. കാരണം നമ്മൾ ആദ്യമായിട്ട് അറിഞ്ഞൂടാത്ത ഒരു സ്ഥലത്ത് പോവുകയാണ്, ഒറ്റയ്ക്ക് പോവുകയാണ്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷെ അതുപോലെ തന്നെ ഹാൻഡ്ലിങ് എവറിത്തിങ് എലോൺ എന്ന് പറയുന്ന ആ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ആ ഒരു തോട്ട് ഉണ്ടല്ലോ, അത് കുറച്ചൊന്ന് ഇൻറ്റിമിഡേറ്റിംഗ് ആണ്. പിന്നെ അതുപോലെ തന്നെ യു മേക്ക് ദ റൂൾസ്, യു ചൂസ് എ പ്ലേസ്. വേറെ ആരുടെയും ഷെഡ്യൂൾ നോക്കണ്ട, ടൈം നോക്കണ്ട. നമുക്ക് നമ്മുടെ കാര്യം നോക്കി ട്രാവൽ ചെയ്യാം, നമ്മുടെ ടൈം നോക്കിയാൽ മതി. പക്ഷേ അറ്റ് ടൈംസ് യു മേ മിസ് ഹാവിങ് സമൺ ടു ഷെയർ യുവർ മൊമെൻറ്റ്സ് വിത്ത്. ആ ഒരു സംഭവമുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ആ ഒരു ഫ്രീഡം, ആ ഒരു ഇൻഡിപെൻഡൻസ് ഉണ്ടല്ലോ, ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ആ ഒരു ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് നമ്മളെ കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആക്കും. ഭയങ്കരമായിട്ട് നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യും. പക്ഷേ അതുപോലെ തന്നെ സ്റ്റെപ്പിംഗ് ഔട്ട് ഓഫ് ദ കംഫർട്ട് സോൺ, ആ ഒരു ഫസ്റ്റ് ടൈം നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരുന്നത് കുറച്ചൊരു അൺകംഫർട്ടബിൾ തന്നെയാണ്. എനിക്ക് എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര മോശം എക്സ്പീരിയൻസ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഒരു അനുഭവം പോലും അങ്ങനെ മോശം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. പിന്നെ കുറച്ച് ട്വിസ്റ്റൊക്കെ ഉണ്ടായിട്ടുണ്ട്. ബസ് മിസ്സായി, അതുപോലെ തന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ നേരം ഫോൺ സ്വിച്ച് ഓഫ് ആയി. അപ്പോൾ അമ്മ വിളിക്കുമ്പോൾ കിട്ടില്ല. അങ്ങനത്തെ കുറച്ച് ട്വിസ്റ്റൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതല്ലാണ്ട് ആരുടെ അടുത്തൊന്നും ഒരു മോശം അനുഭവം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അടിപൊളിയായിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. വർത്ത് ഇറ്റ്. കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി ഞാൻ സോളോ ട്രിപ്പ് പോവോ? ഇനിയും പോവും. പക്ഷേ ഇത് പൊന്മുടി തന്നെയാണ്. അതായത് ഒരു 2.5 hours ഉള്ളൂ എൻ്റെ വീടിൻ്റെ അവിടെ നിന്നും. പക്ഷേ എനിക്കത് ഭയങ്കര വലിയ കാര്യമാണ്. ഞാൻ ഇതുവരെ പോകാത്തൊരു സ്ഥലമാണ്. ഞാൻ ഒറ്റയ്ക്ക് പോവാണ്. എനിക്കത് ഭയങ്കര വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എൻജോയ് ചെയ്തു. നമുക്കിപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ചാരാ.